പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ യു.എസിൽ സന്ദർശനം നടത്തി. ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന സന്ദർശനത്തിൽ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക സംഘടിപ്പിച്ച ഹിന്ദു സമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുത്തു. സിൻസിനാറ്റി സർവകലാശാലയിൽ ഭാരതീയ ജ്ഞാന സമ്പ്രദായം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിലും നന്ദകുമാർ പങ്കെടുത്തു. യു.എസിലെ ഹൈന്ദവ സംഘടനാ പ്രവർത്തകരുമായി വ്യക്തിസമ്പർക്കം ഉൾപ്പെടെ നടത്തിയാണ് ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന യു.എസ് സന്ദർശനം ജെ നന്ദകുമാർ പൂർത്തിയാക്കിയത്. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രജത ജൂബിലി കൺവെൻഷന്റെ ഭാഗമായി ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിൽ നടന്ന വിരാട് 25 ഹിന്ദു സമ്മേളനത്തിലും അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുത്തു. യു.എസ് പ്രസാധകരായ ടസ്ക് ആൻഡ് ക്വിൽ ടീമും RSS വിശ്വവിഭാഗ് സംയോജകൻ സൗമിത്ര ഗോഖലെ, സെൻട്രൽ ന്യൂജേഴ്സി സംഘാലക് ജഗദീഷ് തിരുമല ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ഫാദർ ആന്റണി ഇലഞ്ഞിമറ്റം രചിച്ച ഫിലോസഫി ആൻഡ് ആക്ഷൻ ഓഫ് RSS ഫോർ ദ ഹിന്ദു സ്വരാജ് എന്ന ഗ്രന്ഥം നന്ദകുമാർ സൗമിത്ര ഗോഖലേക്ക് സമ്മാനിച്ചു. സ്റ്റോണി ബ്രൂക്ക് സർവകലാശാല പ്രൊഫസർ സ്ഥാനേശ്വർ ടിമാൽ സിൻഹയുമായും അറ്റ്ലാന്റിക് കൗൺസിലിലെ തിങ്ക് ടാങ്ക് അംഗം സൃജൻ പാൽക്കറുമായും നടത്തിയ ആശയവിനിമയം ഹൃദ്യമായ അനുഭവമായി. സിൻസിനാറ്റി സർവകലാശാലയിൽ ഭാരതീയ ജ്ഞാന സമ്പ്രദായം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രജ്ഞാപ്രവാഹിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രഭാഷണം നടത്തി. വിർജീനിയയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. HSS സിൻസിനാറ്റി, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, വിർജീനിയ എന്നിവിടങ്ങളിൽ നടന്ന ശാഖകളിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്വയം സേവകർക്ക് അപൂർവ അനുഭവമായി മാറി. വേദാന്ത സൊസൈറ്റി, ബാപ്സ് ടെമ്പിൾ, ക്യാപിറ്റോൾ ബിൽഡിംഗ്, 9/11 മെമ്മോറിയൽ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ജൂയിഷ് ഹോളോകോസ്റ്റ് മ്യൂസിയം തുടങ്ങിയ ചരിത്ര സ്മാരക, സാംസ്കാരിക പ്രാധാന്യമുള്ള ഇടങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. കൊളംബിയ സർവകലാശാലയിൽ ഡോക്ടർ BR അംബേദ്കറിന് ആദരം അർപ്പിക്കുകയും ചെയ്തു. ധർമ്മ സിവിലൈസേഷൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും RSSന്റെ മുഴുവൻ സമയ പ്രചാരകനുമായ ശ്രീജിത്ത് കുറുപ്പും ജെ നന്ദകുമാറിനൊപ്പം ഉണ്ടായിരുന്നു. ജനം, അമേരിക്ക.